why you should not study UPSC and what is should be a backup plan. UPSC, you have something extra there, so this video is for them. Hi. അതായത് എല്ലാവർക്കും അറിയാം, എന്നെ അറിയുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാം, ഞാൻ UPSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് ഒരു 4 years തന്നെ സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഞാൻ കംബാക്ക് ചെയ്തിട്ട് ഞാനൊരു ഇൻസ്റ്റാഗ്രാം തുടങ്ങി, അതിൽ കുറച്ച് വീഡിയോസ് ഇടാൻ തുടങ്ങി, പിന്നെ യൂട്യൂബ് ചെയ്യാൻ തുടങ്ങി. അപ്പം എല്ലാവർക്കും അതിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് UPSC ക്വിറ്റ് ചെയ്തത് എന്തിനാണ്, അല്ലെങ്കിൽ ഈ PSC പോലുള്ള SSC പോലുള്ള പല കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒന്നും നമ്മുടെ ഇവിടെ നടക്കുമ്പോഴത്തേക്കും പലരും അതിൻ്റെ പുറകെ പോകുമ്പം അത് അത്ര നല്ലതാണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും UPSC എക്സാം എന്താണെന്നും അതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്നും അത് നമ്മൾ ക്രാക്ക് ചെയ്ത എന്തൊക്കെയാണ് ഗുണങ്ങളെന്നുള്ളത്. അത് UPSC നല്ല ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിരുന്നാലും. അതായത് ഞാൻ എൻ്റെ UPSC ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് I think it's 2020. I got a call from ബൈജൂസ്. ഞാൻ ഫസ്റ്റ് ബൈജൂസിലായിരുന്നു പഠിച്ചത്. അപ്പം ഞാൻ ബൈജൂസിൽ നിന്ന് പഠിച്ചിറങ്ങിയപ്പോഴത്തേക്കും I think it was a COVID time. അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ ഓൺലൈൻ കോഴ്സിനോട് പെട്ടെന്ന് അതിലായിട്ട് ചേരാൻ പറ്റി. കാരണം ഒബ്വിയസ്ലി വീട്ടിൽ ഇരിക്കുകയാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണം. പിന്നെ എനിക്ക് വാസ്റ്റ് സിലബസ് ആണ്, കുറേ ഉണ്ട് പഠിക്കാൻ. ചിലവരൊക്കെ പറയും മറ്റേ സൂര്യന് താഴെയുള്ള എല്ലാം പഠിക്കണം എന്നൊക്കെ, അത് പറയുന്നവരായിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. കൃത്യമായിട്ട് സിലബസ് വന്നിട്ടുണ്ട്. ആ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പം ആ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ബൈജൂസിലായതുകൊണ്ട് ഫസ്റ്റ് ഞാൻ എടുത്ത കോഴ്സ് ബൈജൂസ് തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും ബൈജൂസ് ഓൺലൈൻ കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സ് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടൈമായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തരും പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കാലിബർ മനസ്സിലാക്കുക. അവനവർ വേണമെങ്കിൽ അത് ഓൺലൈൻ അല്ല, ഏത് കോഴ്സാണെങ്കിലും കഷ്ടപ്പെട്ട് കൊടുത്ത പൈസയാണെങ്കിൽ പഠിച്ചെടുത്തിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ ആ സമയത്ത് എൻ്റെ I think it's around 59,000 or 75,000 it was. അപ്പം എനിക്കതൊരു വലിയ എമൗണ്ട് ആയിരുന്നു. So if I am just paying for that particular course 75,000 rupees, I make sure that I'll complete each and every syllabus and recordings that they are giving. So ഞാൻ കൃത്യമായിട്ട് പഠിച്ചു, എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി നോക്കി പഠിച്ച ശേഷമാണ് ഞാൻ അതിലേക്ക് വരുന്നത്. സോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു കോഴ്സ് എടുത്ത് കൃത്യമായി പഠിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ഏകദേശം നോട്ട്സ് ഉണ്ടാക്കി. ഇപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഫ് യു ഹാവ് സീൻ ദിസ്, ഓൾ ദീസ് നോട്ട്സ് ഹാവ് മെയ്ഡ് ഫോർ ദിസ് എക്സാം. ഇതേപോലത്തെ ചെറിയ ചെറിയ ഫോൾഡേഴ്സ് ആയിട്ടായിരുന്നു ഞാനന്ന് നോട്ടുകൾ ഉണ്ടാക്കി. ഇന്ത്യൻ പൊളിറ്റിക്ക്, എക്കണോമിക്സിന്, ജോഗ്രഫിക്ക്, ഇന്റർനാഷണൽ റിലേഷൻസിന്, അങ്ങനെ എല്ലാത്തിനും ഞാൻ കൃത്യമായ നോട്ട്സ് ക്രിയേറ്റ് ചെയ്തിരുന്നു. കാരണം എനിക്കത് സ്ട്രക്ചേർഡ് ആയിട്ട് പോകണം. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കൊരു കൺസിസ്റ്റൻസി എപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുമായിരുന്നു എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് തന്ന നോട്ടും കാര്യങ്ങളും ഒക്കെ അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഈച്ച് ആൻഡ് എവറി വേർഡ്സ് വാട്ട് എവർ ദേ സ്പ്യൂ ഇൻ ദ ക്ലാസ്, ഐ ടേക്ക് ഇറ്റ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് കൃത്യമായിട്ട് നോട്ടുകളാക്കി അത് എഴുതി വെച്ചു. എന്നിട്ട് കൃത്യമായിട്ട് ഞാൻ റിവൈസ് ചെയ്തു. റിവൈസ് മീൻസ് ഓരോ ക്ലാസ് കഴിയുമ്പോൾ അവർ ഈ പറഞ്ഞ ക്ലാസ്സസിൻ്റെ റെക്കോർഡിങ്സ് കാണും, അതിൻ്റെ ഒപ്പം തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാണും, ലൈവ് ക്ലാസ്സസ് കാണും, ദെൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് കാണും. സോ അങ്ങനെ ഒരു കൃത്യമായിട്ട് റൂട്ടീൻ ഫോളോ ചെയ്ത് പോയതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു. അങ്ങനെ ഏകദേശം 1 കൊല്ലം കൊണ്ട് ഞാൻ UPSCയുടെ ഏകദേശം സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു. അപ്പോഴും എനിക്ക് ഏറ്റവും പ്രശ്നം CSAT ആയിരുന്നു. ഈ CSAT പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇൻ കേസ് എനിക്ക് മാത്സ് ഒട്ടും അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ I think യൂട്യൂബിൽ തന്നെ നിങ്ങൾക്കെല്ലാം ജെറിൻ എന്ന് പറയുന്ന സാറിനെ കുറിച്ച് അറിയാം. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ മാത്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ട്, പഠിക്കുന്നുണ്ടെങ്കിൽ അത് ജെറിൻ സാറും ഉള്ളത് കൊണ്ട് മാത്രം. ഒറ്റൊരാളെ ഞാൻ കണ്ടുള്ളൂ, ഞാൻ ഒരാളെ ഫോളോ ചെയ്തിട്ടുള്ളൂ. ഇന്നും ഞാൻ പുള്ളിയെ ക്ലാസ്സുകൾ മാത്രമേ കാണാറുള്ളൂ. ആ ജെറിൻ സാർ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ മാത്സ് പഠിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ആ സാറിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് പഠിക്കണം. വേറെ ഞാൻ ഒരു നോട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അത് മതി. അപ്പം അത് കൃത്യമായിട്ട് ഞാൻ പഠിച്ചു. അപ്പോൾ ബൈജൂസ് കഴിഞ്ഞ സമയത്ത് ഏകദേശം 1 കൊല്ലം കഴിഞ്ഞു. ഞാൻ ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ ഞാൻ CSAT പാസ്സായില്ല. GS പോലും കിട്ടിയില്ല. എൻ്റെ 1 കൊല്ലം പോയി. പിന്നെയും ഞാൻ ഇരുന്നു. പിന്നെ നെക്സ്റ്റ് ഇയർ ഓൾസോ ഹാവ് സെയിം നോട്ട്സ് ഐ സ്റ്റാർട്ട് റിവൈസിങ് ആൻഡ് ഓൾസോ സ്പെൻഡ് അനദർ 1 year. Again I couldn't crack the exam. Then almost 2 years have gone. എൻ്റെ കൂടെയുള്ളവരൊക്കെ ജോലിക്ക് കയറി. I need an income. സോ എനിക്കൊരു ഇൻകം ഇല്ല. ഞാൻ ട്യൂഷൻസ് എടുക്കാൻ തുടങ്ങി. ഇൻ ബിറ്റ്വീൻ അടുത്ത ഇയർ ഞാൻ എക്സാം അപ്പിയർ ചെയ്തു. അന്ന് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നു പോയി കഴിയുമ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരു ഇൻകം സോഴ്സ് കാണും. 1. 2, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എനിക്കുള്ളത് കൊണ്ടും എനിക്ക് സ്ട്രഗിൾസ് ഉള്ളത് കൊണ്ടും എനിക്ക് എങ്ങനെയെങ്കിലും ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ ട്യൂഷൻസ് എടുക്കാൻ തുടങ്ങി. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫ്രീലാൻസിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പോയ സമയം എത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 3 to 4 years നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കൂടെ അവിടെ ജോലിക്ക് കയറി. നമ്മളൊക്കെ ഏകദേശം 4 വർഷത്തെ കരിയർ ഗ്യാപ്പ് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഡയറക്റ്റ്ലി ഞാൻ പഠിക്കാൻ പോകുന്നതാണ്. ഞാൻ UPSC പഠിക്കാനുള്ള കാരണം ഈ വലിയ
ഈ എക്സാംസ് എഴുതണം, അല്ലെങ്കിൽ IAS ആവണം, IPS ആവണം എന്നുള്ളതായിരുന്നില്ല എൻ്റെ ആഗ്രഹം. ഞാൻ ഏറ്റവും ആഗ്രഹിച്ചത് 8th സ്റ്റാൻഡേർഡ് മുതൽ എനിക്കൊരു പോലീസ് ഓഫീസർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ ആർക്ക് ചോദിച്ചാലും പറയും, എൻ്റെ കൂടെ ഉള്ളവരുടെ ഫ്രണ്ട്സിനെ ചോദിച്ചാൽ പറയും. അപ്പം അതിൽ നിന്നാണ് ഞാൻ അറിയുന്നത് PSC എക്സാമിൽ സബ് ഇൻസ്പെക്ടർ എക്സാം എഴുതുന്നതിനെക്കാട്ടിൽ UPSCയിൽ IPS എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. അപ്പോൾ അതിലൂടെ എഴുതിയാൽ കുറച്ചുകൂടെ നല്ല രീതിയിലാവാൻ പറ്റും. അങ്ങനെ വെച്ച് ഞാൻ പഠിക്കുന്നതാണ്. ആ സമയത്ത് എനിക്ക് ആ ഒരു എക്സാമിനോട് അതും മാത്രം ആ ഒരു പോലീസ് ഓഫീസർ ആവാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പം ഇന്നും ഞാനൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നും എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു പൊസിഷൻ, ഒരു സർവീസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ജനങ്ങളോട് കൂടെ ഇറങ്ങി നിന്നുള്ള സർവീസ്. അവരുടെ സമയം നോക്കാറില്ല. പലരും പോലീസുകാരെ പലത് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, അവർ സമയം നോക്കാതെ കഷ്ടപ്പെട്ടും സ്ട്രെസ്ഫുള്ളായിട്ടും 24 മണിക്കൂറൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ജോലി ചെയ്യണം. അതൊരു വലിയ സർവീസായിട്ടാണ് ഞാൻ ആ ലൈഫിൽ കാണുന്നത്. അപ്പം അങ്ങനെ ഒരു എക്സാം വേണ്ടി ഞാൻ പഠിച്ചു തുടങ്ങി. അങ്ങനെ എൻ്റെ 4 years കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. അങ്ങനെയാണ് ഞാൻ പിന്നെ വേറെ വഴിയില്ലാതായപ്പോഴത്തേക്കും ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് കാരണം, വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് പഠിത്തം നിർത്തേണ്ടി വരുന്നത്. എനിക്കൊരു ജോലി തേടി നടക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഏകദേശം പല IT കമ്പനീസിനും പലയിടത്തും ജോലിക്ക് പോയി ആരും എന്നെ എടുത്തില്ല. കാരണം എനിക്ക് സ്പെസിഫിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഞാൻ ഓൾസോ 4 years ഏതോ എക്സാമിനെ പഠിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് എന്നെ എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ CDയിൽ പോകണം. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. CDയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇൻഫോ പാർക്കിൽ പ്ലേസ്ഡ് ആവുന്നത്. അപ്പം അതിൽ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് ബൈജൂസ് ആയിരുന്നു. അത് കഴിഞ്ഞ ലൈഫിൽ ടേണിംഗ് പോയിന്റ് CD അക്കാഡമി എന്ന് പറഞ്ഞു. അവരുടെ കോഴ്സ് പഠിച്ചു. അതിൽ നിന്നാണ് ഞാൻ പിന്നെ ഏകദേശം പ്ലേസ്ഡ് ആയിട്ട് ഇപ്പം നൈസായിട്ട് പോകുന്നതിൻ്റെ കാരണം അത്. ഞാൻ ബൈജൂസി പഠിച്ചപ്പം ഞാൻ പിന്നെ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരും കൂടെ മെൻഷൻ ചെയ്യാം. ബൈജൂസി ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ലീഡ് IAS അക്കാഡമി ഉണ്ട്. അവരുടെ ടെസ്റ്റ് സീരീസും കോഴ്സും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിവിൽ 360, അതായത് ഞാൻ ട്രിവാൻഡ്രത്ത് പഠിച്ച സിവിൽ 360 IAS അക്കാഡമിയിലാണ് ഞാൻ ഈ പറഞ്ഞ റീഡിംഗ് ക്ലാസ് എടുത്തിട്ട് ഇതേപോലെ നോട്ട്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തൊക്കെ അവിടെ ഇരുന്നാണ്. 24 hours നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അവിടെ നല്ലപോലെ സപ്പോർട്ടിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലരും എൻ്റെ ലൈഫിൽ 4 years പലരും വന്ന് കടന്നൊക്കെ പോയി. അപ്പം അവസാനം നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ UPSC നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടി എന്ന് ചോദിച്ചാൽ എനിക്ക് ലൈഫിൽ ഒരു കൺസിസ്റ്റൻസി കിട്ടി, ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റി, ഒരു റുട്ടീൻ ഉണ്ടാക്കാൻ പറ്റി. അതായത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മുടെ സറൗണ്ടിങ്സ് നടന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറേ ഗുണങ്ങൾ കിട്ടും. നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ കുറേ ഹിസ്റ്ററി പഠിച്ചില്ലേ, ജോഗ്രഫി പഠിച്ചില്ലേ, ഇത് പഠിക്കുന്നത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത്, നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, നമുക്കൊരു ഓവറോൾ നമുക്കൊരു നല്ലൊരു ഐഡിയ കിട്ടും ചുറ്റുപാടത്തുള്ള കാര്യങ്ങളെ പറ്റി. അത് കറണ്ട് അഫയേഴ്സ് ആയിരുന്നാലും എന്തായാലും നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. നമ്മൾ ലൈഫിലേക്കും തോറ്റു പോകില്ല. അത് നിങ്ങൾക്ക് ഉറപ്പ് തരാം. എനിക്കറിയാം UPSC ആണ് എക്സാം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ലൈഫിൽ തോക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റും. എന്തും ലൈഫിൽ തീരുമാനിച്ച് അങ്ങനെ ഒരുത്തിന് അവന് നേടാൻ പറ്റും. അത് ഞാൻ ഈ എക്സാമിൽ നിന്ന് പഠിച്ചതാണ്. കാരണം എനിക്ക് എൻ്റെ മുമ്പിൽ എന്ത് ഒബ്സ്റ്റക്കിൾ വന്നാലും എനിക്കത് പ്രശ്നമില്ല. അതിനെ മറികടക്കാൻ നമുക്ക് പറ്റും. അത് ഞാൻ ഇതിൽ നിന്ന് കിട്ടി എനിക്കൊരു കിട്ടിയൊരു പവർ പോലെയാണ്. അപ്പം അവിടെ നിന്ന് ഞാൻ പഠിച്ചെടുത്തേണ്ട തക്ക്. ഇനി ഈ എക്സാം നിങ്ങൾ പഠിക്കണോ, UPSC എക്സാം നിങ്ങൾ പഠിക്കണോ, ഇനി നിങ്ങൾ എപ്പം ബ്രേക്ക് ചെയ്യണം, ഇനി വേറെ പ്ലാൻ B വേണോ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം, UPSC ഒരു പരീക്ഷ മാത്രം. ആഫ്റ്റർ ഓൾ അത് നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്ന സംഭവമേ അല്ല. നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കൂ. അതിൻ്റെ ഇടയിൽ ഞാൻ ഇനി പഠിക്കുന്നതോടെ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ബാക്കപ്പ് പ്ലാൻ വേണം. ഈ എക്സാം അല്ലെങ്കിൽ ഇനി എന്ത്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു പ്ലാൻ വേറെ UPSC എക്സാംസോ PSC എക്സാംസോ ഉണ്ട്, അങ്ങനെ എഴുതണം. അങ്ങനെ ഞാൻ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. കാരണം ഞാനതൊന്നും എഴുതൂലായിരുന്നു, UPSC മാത്രമേ എഴുതുള്ളായിരുന്നു. കാരണം എല്ലാത്തിനും സിലബസ് ഒക്കെ സെയിം ആണ്. ഇപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ അടുത്ത് കുറേ പേര് പറയും അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. ആക്ച്വലി ഈ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇന്ന് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലും പല കുട്ടികളെ സ്റ്റുഡൻസിനെ പറ്റിക്കുവാണ്. PSC ആണെങ്കിൽ 10ാം ലെവൽ എക്സാം, +2 ലെവൽ എക്സാം, ഡിഗ്രി ലെവൽ എക്സാം, ആ പരീക്ഷ ഈ പരീക്ഷ എന്ന് പറഞ്ഞ് പല കോഴ്സ്, 2000 കോഴ്സുകൾ, 20,000 കോഴ്സുകൾ, 19,000 കോഴ്സുകൾ. ആക്ച്വലി ഇതിൻ്റെ ഈ പൊളിറ്റി എന്ന് പറഞ്ഞ ഒരു ബുക്ക് നിങ്ങൾ ലക്ഷ്മികാന്ത് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഈ ലക്ഷ്മികാന്ത് തന്നെയാണ് 10ാം ക്ലാസ്സിലായിരുന്നാലും ഇവിടെയൊക്കെ ചോദിക്കുന്നത്. ചിലപ്പം ഈ പറഞ്ഞ ഇപ്പം നമുക്ക് അറിയാം എല്ലാ എക്സാമും UPSC PSC ഏത് എക്സാമിനും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇതിനാണ് വരണത്. ഇതിൽ അവിടെ നിന്നൊക്കെ വരും. പിന്നെ എത്ര നിങ്ങൾ 24 കംപ്ലീറ്റ് ലോകത്തോളം എല്ലാ ബുക്ക് പഠിച്ചപ്പോൾ എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതങ്ങനെയാണ്. അതൊക്കെ നമ്മൾ ലോജിക്കലി മനസ്സിലാക്കണം. നിങ്ങൾ ഒരു തവണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എമൗണ്ട് കൊടുത്ത് പഠിക്കുക മതി. അതിൻ്റെ നോട്ടുകൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുത്ത് ഇത് തന്നെയാണ് ജീവിതത്തിൽ മുഴുവൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇനി എക്സ്ട്രാ ഒരു 20,000 കോഴ്സ് എടുത്താൽ +2 ലെവൽ എക്സാം വരുന്നു, അല്ലെങ്കിൽ PSCയിലെ ആൾക്കാർ അങ്ങനെയാണ് ചെയ്യണം. അത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് ഇട്ട് തരുന്ന ഒരു പരിപാടിയാണ്. അത് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ വേറെ വീഡിയോ ഞാൻ പറഞ്ഞത് എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കാരണം ഇത്രയും 4 വർഷം എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. ഇനി ഈ എക്സാമിന് പ്ലാൻ B വേണമെന്ന് ഞാൻ പറയാനുള്ള കാരണം ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു പക്ഷേ
എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നു, ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് സ്ട്രഗിൾസ് ഉണ്ടായിരിക്കാം. എന്തെങ്കിലും പ്ലാൻ ബി നിങ്ങൾ എപ്പോഴും കയ്യിൽ വെച്ചിരിക്കണം. ചിലർ പറയും പ്ലാൻ ബി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ക്രാക്ക് ചെയ്യില്ല. അങ്ങനൊന്നും അല്ല. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് യുവർ ലൈഫ്. എൻഡ് ഓഫ് ദ സ്റ്റോറി എന്ന് വെച്ചാൽ അവസാനം നിങ്ങൾ മാത്രമേ കാണുള്ളൂ. ഇതെല്ലാം കൊണ്ടുപോകാൻ വീട്ടുകാരുടെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴും, വീട്ടുകാർ വഴക്ക് പറയുമ്പോഴും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പഴയ സൂയിസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിന് കാരണം വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് എക്സാം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാം മാത്രമാണെന്നും ഇതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പല പല വേറെ എക്സാംസ് എഴുതാൻ പറ്റും, നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഗവൺമെൻറ് എക്സാം മതിയെങ്കിൽ അങ്ങനെ അതിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം, അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരുന്നില്ല. എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. അത് നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തോളാം. ഞാൻ ലൈഫിലൂടെ പോയി എക്സ്പീരിയൻസ് ചെയ്ത് കണ്ട് വന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ജോലി ചെയ്തുകൊണ്ട് ഇന്ന് ഞാനിപ്പോൾ നിങ്ങൾ പലരും ചോദിച്ചാൽ ക്വിറ്റ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ക്വിറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് അറൗണ്ട് 8 hours ഓഫ് വർക്ക് ഡെയിലി ഉണ്ട്. ഇൻ ബിറ്റ്വീൻ 8 hours ഓഫ് വർക്കും കഴിഞ്ഞ് ഞാനൊരു 2 to 3 hours ഇൻസ്റ്റാഗ്രാം വീഡിയോസ് എടുക്കണം, എഡിറ്റ് ചെയ്യണം, ഇങ്ങനത്തെ വീഡിയോ എല്ലാം ചെയ്യണം. അത് കഴിഞ്ഞ് കിട്ടുന്ന ടൈമിലാണ് ഞാൻ പഠിക്കുന്നത്. ഇന്ന് ഞാൻ എക്സാമിന് പഠിക്കുന്നുണ്ട്. കാരണം അതെൻ്റെ ഒരു ഡ്രീമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ക്രാക്ക് ചെയ്യുമെന്ന് എനിക്ക് കൊടുത്തൊരു വിശ്വാസമാണ്. അത് ഞാൻ ചെയ്യും. അപ്പോൾ അതിനു വേണ്ടി ഇന്നും പ്രിപ്പയർ ചെയ്യും. ബിക്കോസ് ടുഡേ ഐ എം സോ ഹാപ്പി ടു സ്റ്റഡി. ബിക്കോസ് എനിക്ക് എൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഞാൻ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഐ എം സോ ഹാപ്പി ടു സ്റ്റഡി. അതുപോലെ നിങ്ങൾ സന്തോഷിച്ചൊരു എക്സാമിന് പഠിച്ച് ഇപ്പോൾ നാളെ ഇപ്പോൾ എക്സാം കിട്ടിയില്ല, ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ബിക്കോസ് ആഫ്റ്റർ ഓൾ ഇത് ഞാൻ എല്ലാം നേടണം, ഞാൻ ഗെയിൻ നോളേജാണ് ഞാൻ നേടണം എന്നുള്ളൊരു മൈൻഡാണ് എൻ്റെ മൈൻഡിൽ. അതുകൊണ്ട് ഇന്നും ഞാൻ എക്സാംസ് എഴുതും, ഞാൻ ഇന്ന് ക്ലാസ്സസ് കാണും, ഞാൻ എഴുതും, ചില കോഴ്സുകൾ എടുക്കും. എനിക്ക് ആവശ്യമാണ് ഞാൻ കോഴ്സുകൾ എടുക്കാറുണ്ട്, ഞാൻ എല്ലാം ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്കും ഈ എക്സാം പഠിക്കണം, നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത് കംപ്ലീറ്റ് ഡിവോട്ട് ചെയ്ത് എൻ്റെ 5 വർഷം കൊണ്ട് ഇടുന്ന ആൾക്കാർക്കടുത്ത് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അങ്ങനെ ചെയ്യണം. ഞാൻ നിങ്ങളുടെ കൈ തൊഴുത് പറയുകയാണ്, അങ്ങനെ ഒരിക്കലും 5 വർഷമൊന്നും എക്സാമിന് കൊടുക്കരുത്. 5 വർഷം നിങ്ങൾ ഇരുന്നു കിട്ടിയില്ലെങ്കിൽ പിന്നെ 5 വർഷം കഴിഞ്ഞ് വെളിയിറങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ റിട്രീവ് ചെയ്യണം. നിങ്ങൾ അത്ര സ്ട്രോങ് പേഴ്സൺ ആയിരിക്കണം. അത്ര സ്ട്രോങ് പേഴ്സൺ എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ഇല്ല. ആ ഒരു ബോൾഡ്നെസ് ഒക്കെ, അല്ല അത്ര സെറ്റ് ഓഫ് ഫ്രണ്ട്സ് പറഞ്ഞ് മോട്ടിവേറ്റ് ആൾക്കാരൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ 5 years എക്സാം ഡിവോട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 1 to 2 years കൂടും. നിങ്ങളെ കൊണ്ട് പറ്റൂലേ, നിങ്ങൾ അടുത്ത പരിപാടി കാണണം. പക്ഷെ അത് വിടല്ലേ. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച സാധനമാണ് വിടല്ലേ. ജോലിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പഠിക്കാൻ പറ്റണം. അങ്ങനെ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഹാപ്പിനെസ് കിട്ടുള്ളൂ. നാളെ അതില്ലെങ്കിൽ എനിക്ക് അടുത്തൊരു പ്ലാൻ ഉണ്ടല്ലോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒറ്റ കാര്യം മാത്രം മുമ്പോട്ട് ലൈഫിൽ പോകല്ലേ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പം അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തത്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത്, കൃത്യമായിട്ട് ടൈമും ഗ്യാപ്പും ഒക്കെ വെച്ച് കൃത്യമായി പഠിച്ച് എല്ലാം ചെയ്താൽ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് വലിയ കാര്യമാണെന്ന് വെച്ചാൽ കാര്യമല്ല. പക്ഷേ ക്രാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ 0.99% ഒക്കെ ആൾക്കാർ ജയിക്കണുള്ളൂ കോമ്പറ്റീവ് എക്സാംസ്. കാരണം അത്ര കോമ്പറ്റീഷനുണ്ട്. ഇത് മാത്രമല്ല, ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് മാത്രം മുമ്പോട്ട് പോകാം. സോ എക്സാംസ് പഠിക്കുന്നവർ കൃത്യമായി പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. സോ എനിവേ, താങ്ക് യു എന്നെ ഇത്ര നേരം കേട്ടോണ്ടിരുന്നതിൽ. ആൻഡ് ഓൾസോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ ഈ പറഞ്ഞ UPSC ബാക്ക്ഗ്രൗണ്ട്, PSC ബാക്ക്ഗ്രൗണ്ടുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ട്. ഓക്കെ, സോ ബൈ.